CPM ഒന്നും വിവാദം തന്നെയല്ലേ. വിവാദമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? പാലക്കാട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോൾ വിവാദം, അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനും വനിതാ നേതാക്കന്മാരുടെ റൂം റെയ്ഡ് ചെയ്യുമ്പോഴും വിവാദം. ഈ ഗവൺമെൻറ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നൊരു ഗവൺമെൻറ്റാണ് എല്ലാ കാര്യത്തിലും. തെരഞ്ഞെടുപ്പ് റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 6 ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാവും. റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോയപ്പം ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമുണ്ട്. മറ്റ് ആശയങ്ങളുള്ള ആളുകളും നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. അത് ഈ പൊതുയോഗങ്ങളല്ല, കവലയോഗമല്ല, ഇന്നർ കുടുംബയോഗങ്ങളിൽ. അതായത് മുമ്പ് ഇപ്പോൾ ഇവിടെ ഈ ബൂത്ത്, ഞാനൊക്കെ ഈ ബൂത്ത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്യൂ ആയിരുന്നു. അത് 2 ബൂത്താക്കി, ഓക്സിലറി ബൂത്തായി മാറ്റിയപ്പോൾ 1500 മേലെ വോട്ടർമാർ വന്നപ്പോൾ അതിൻ്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ എല്ലാ ഭാഗത്തും നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ക്യൂ ആണ്. സ്ത്രീകളുടെ നീണ്ട ക്യൂ ഒക്കെ ഉണ്ട്. 100%. പ്രിയങ്കരോട്ട് സ്ത്രീകളെ മാത്രമല്ല, എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ വോട്ടർമാരെയും പ്രായമുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്നൊരു 2ാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ്. അത് പ്രായമായ ആളുകളിൽ ഒരു 55-60 വയസ്സുള്ള ആളുകളുടെ ഇതിൽ കാണുന്നത് അതാണ്. ന്യൂജൻ ആണെങ്കിൽ പുതിയ ഒരു താരോദയം എന്നുള്ള നിലക്കാണ് കാണുന്നത്. പുസ്തകത്തിൽ പറയുന്നത് 2ാം കോൺഗ്രസ് സർക്കാർ അത്ര ദുർബലമാണ്, പാലക്കാട്ടെ സരിൻ അവസരവാദിയാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ്. അതുകൊണ്ട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. 100% ശരിയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത്? ഇത് ആരെങ്കിലും ഇവിടെ ഒരു ഇല കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ കൊഴിഞ്ഞു പോണ ഇല എടുത്തുകൊണ്ട് ഒന്നൊരു സ്ഥാനാർത്ഥിയാക്കണം. സ്വന്തം പാർട്ടിയിൽ കാലിബറിൽ എത്രയോ നേതാക്കന്മാർ പാലക്കാടില്ലേ? ആ പാലക്കാടിന്റെ മണ്ണിലാണല്ലോ ഒരു പാലക്കാട് എന്നൊരു ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സ്ഥാനാർത്ഥി. നിങ്ങൾ ഉദാഹരണത്തിന് മലപ്പുറത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുമ്പോൾ അത് ലീഗുകാരനെ നിർത്താതെ വേറെ ആൾ നിർത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ലോജിക്ക്? അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ എന്ന് വെച്ചാൽ ആ പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിട്ടുള്ളതിൽ തെളിവല്ലേ ആ അവിടുത്തെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം. വരുന്നവരൊക്കെ പിടിച്ച് ഏറ്റെടുക്കല്ലേ. CPM എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ ഉണ്ടായിട്ടാണ് ഉന്നത സ്ഥാനങ്ങളെത്തത്. ഇതിപ്പോൾ വരുന്നവർക്കൊക്കെ ചെയർമാൻ സ്ഥാനം, ഗവൺമെന്റിന്റെ അതിസ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം കൊടുക്കല്ലേ. ഈ വാർത്ത വന്നതിന് പിന്നാലെ തള്ളുകയും ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ല. DC ബുക്സ് ആണല്ലോ. DC ഒക്കെ പറഞ്ഞപ്പോൾ മാതൃഭൂമി, മനോരമ, DC ഇതൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരു ആളുകളുടെ ഇപ്പോൾ ഹിന്ദു പത്രം, ന്യൂസ് പത്രം ഒക്കെ പറയുമ്പം അതിനൊക്കെ ഒരു ഇതുണ്ട്, ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ അത് നിശ്ചയിക്കട്ടെ. പിന്നെ അത് പുസ്തകത്തിൽ പറയുന്ന ആത്മകഥയല്ലേ. പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ വന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടാവും. ഉണ്ടല്ലോ. ചിലപ്പോൾ EP വിട്ടുണ്ടോ. അതാണല്ലോ വാർത്ത. കഴിഞ്ഞ ഇലക്ഷൻ്റെ അന്നാണ് ഒരു വാർത്ത, ഇന്നാണ് EP ചുറ്റിപ്പറ്റിയുള്ള ഒരു വാർത്ത. എങ്ങനെ ഒരേ ദിവസം ആ വാർത്തകൾ വരുന്നത്? ആ സാധ്യത കാണില്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ EP ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.